യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതകൾ പരിഗണനയിൽ. അരിത ബാബുവിന്റെയും ഡോക്ടർ സോയ ജോസഫിന്റെയും പേരുകൾ സജീവ ചർച്ചയിൽ. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, ഈ വനിതകളുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതകളെ പരിഗണിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ്. കാരണം പലപ്പോഴും ഇങ്ങനെയൊന്നും ഉണ്ടാകാറില്ല, അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. പറയൂ. തീർച്ചയായും സ്മിത, നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ട വന്ന സാഹചര്യം, ഒപ്പം അതിന് പിന്നാലെ അതിന് ഒപ്പമുണ്ടായ സംഘടനയ്ക്കാകെ ഉണ്ടായ ഒരു നാണക്കേട്, ഈ നാണക്കേടിൽ നിന്നൊക്കെ മുഖം രക്ഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് നിലവിൽ സംഘടന പോകുന്നത്. അതിന് ഒരു വനിതാ നേതൃത്വം അനിവാര്യമാണ് എന്നുള്ളൊരു ആവശ്യം, എന്നുള്ളൊരു അഭിപ്രായം സംഘടനയിലെ പല നേതാക്കളും ഒപ്പം കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കളും മുന്നോട്ട് വെച്ചതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ആലപ്പുഴയിൽ നിന്നുള്ള അരിത ബാബുവിൻ്റെ പ്രഥമ പരിഗണന ഈ ഒരു സ്ഥാനത്തേക്ക് നിലവിൽ ലഭ്യമായിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന വിവരങ്ങളനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുക. അരിത ബാബു നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. കഴിഞ്ഞ തവണ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച വ്യക്തി കൂടിയാണ്. അങ്ങനെയാണ് അരിത ബാബുവിൻ്റെ പേര് പ്രധാനമായും പരിഗണനയിലേക്ക് വരുന്നത്. മറ്റൊന്ന് സോയ ജോസഫാണ്, നിലവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. സോയ ജോസഫിൻ്റെ പേരും ഒരേപോലെ തന്നെ ഈ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പരിഗണനയിൽ വരുന്നുണ്ട്. നിലവിൽ ഈ സ്ത്രീ വിഷയവുമൊക്കെ ബന്ധപ്പെട്ട് മുൻ സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിക്കുണ്ടാക്കി നൽകിയിരിക്കുന്ന ഒരു ചീത്തപ്പേരുണ്ട്. ആ ചീത്തപ്പേര് മറികടക്കണമെങ്കിൽ സ്ത്രീപക്ഷ നേതൃത്വം തന്നെ ഈ സംഘടനയുടെ തലപ്പത്തുണ്ടാകണം എന്നുള്ള ആവശ്യം അത് വലിയ തോതിൽ ഉയരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് മറ്റ് യുവ നേതാക്കളുടെ പേരുകൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവ ചർച്ചയായത്. എന്തായാലും അരിത ബാബുവിൻ്റെ പേര് വലിയ തോതിൽ സജീവമായി തന്നെ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. നിലവിൽ അരിത ബാബുവിനോട് ചില മുതിർന്ന നേതാക്കൾ തന്നെ ഈ ആവശ്യം അരിത ബാബുവിനെ അറിയിച്ചിട്ടുണ്ട്. ആലോചിച്ച് മറുപടി നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് അരിതയോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിലവിൽ അരിത ഒരു സ്വകാര്യ ആവശ്യവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം അവസാനമായി അറിയിക്കാൻ, നേതൃത്വത്തെ അറിയിക്കാൻ അരിത ബാബുവിനായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് തന്നെ അത് വിപ്ലവകരമായൊരു നിലപാടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതയെ പരിഗണിക്കുന്ന നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു മുഖം രക്ഷിക്കൽ, മുഖച്ഛായ രക്ഷിക്കൽ എന്ന രീതിയിൽ കൂടി യൂത്ത് കോൺഗ്രസിന് അനിവാര്യമാണ്. എന്തായാലും അത് നടപ്പാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. മറ്റ് അബിൻ വർക്കി അടക്കമുള്ള, ഒപ്പം കെ എം അഭിജിത്ത് അടക്കമുള്ള ആളുകളുടെ പേരുകളും മറുവശത്ത് ചർച്ചയാകുന്നതിനിടെയാണ് വനിതാ നേതൃത്വം വേണം എന്ന ആവശ്യം വലിയ വിഭാഗം നേതാക്കൾ തന്നെ ഉയർത്തിയിരിക്കുന്നത്. അതിൽ എന്ത് തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എതിർപ്പുമായ ഒരു വിഭാഗവും രംഗത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, പ്രതിച്ഛായ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ പോലും ഇങ്ങനെ വനിതാ പ്രവർത്തകർ, അത് കൃത്യമായിട്ട് പാർട്ടിയിൽ സജീവമായിരിക്കുന്നവർ, ചുമതലകളിലുള്ളവർ, അവർ തന്നെ നേതൃനിരയിലേക്ക് വരികയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഇങ്ങനെയാകട്ടെ ഒരു മാറ്റത്തിന് തുടക്കം. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.